ഇന്ന് ക്രിസ്തീയ ലോകം നേരിടുന്ന ആത്മീയ പ്രശ്നങ്ങൾക്കും ഞരമ്പ് രോഗങ്ങൾക്കും പ്രതിവിധി കൽപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം കാണുവാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമ്മളോടൊപ്പം അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് സുപ്രസിദ്ധ ഞരമ്പ് രോഗ വിദഗ്ധനും ആത്മീയ കൗൺസിലറുമായ ഡോക്ടർ കുന്താലിയോസ് മാർ കോഡാലിയോസ് ആണ്. നമസ്കാരം. ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യാൻ കടന്നു വന്നിരിക്കുന്നത് ഡോക്ടർ ഇടുക്കള ചാണ്ടിയാണ്. നമസ്കാരം. നിങ്ങളുടെ ആത്മീയ പ്രശ്നം ഏതായിരുന്നാലും ഉടൻ തന്നെ വിളിക്കുക 1-800 ഇടുക്കള. വളരെയധികം തിരക്കുണ്ടായിട്ടും ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ഡോക്ടർ കുന്താലിയോസ് മാർ കോഡാലിയോസിന് ഈ ഷോയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ ആത്മീയ ലോകത്ത് നേരിടുന്ന പ്രധാനതരമായ രോഗങ്ങൾ ഏതൊക്കെയാണ്? ആത്മീയ രോഗങ്ങൾ എന്ന് വെച്ചാൽ 2 രോഗങ്ങളുണ്ട്. ഒന്ന് പഴയ രോഗങ്ങളാണ്, അതിപ്പോഴും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചർച്ചയിൽ ലേറ്റ് ആയിട്ട് വരുന്നതും പിന്നെ പുറയുന്ന സംസാരിക്കുന്നതും ഒക്കെ പഴയ രോഗങ്ങളാണ്, അതിപ്പോഴും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ രോഗങ്ങൾ വരുന്നുണ്ട്. ടെക്നോളജിയാണ് പുതിയ രോഗം. ചർച്ചിൽ പോകാതെ വീട്ടിൽ ഇരുന്ന് ഇന്റർനെറ്റിൽ പോയിരുന്നുണ്ട് പ്രസംഗം കേൾക്കുന്നതും ചർച്ചിൽ വന്നിട്ട് SMS അയക്കുന്നതും ഇതൊക്കെ പുതിയ രോഗങ്ങളാണ്. പക്ഷേ എന്താന്ന് വെച്ചാല് നമ്മുടെ ചർച്ചിൽ വരുന്ന ഇതിപ്പോ നമ്മുടെ ആത്മീയ ആഹാരം കിട്ടുന്നില്ല. ഹലോ ഹലോ, ആരെയും വിളിക്കുന്നത്? അച്ചാമ്മ എവിടെ നിന്ന് വിളിക്കുന്നു? കൊച്ചിന്നാ. കൊച്ചിന്ന് അച്ചാമ്മ വിളിക്കുന്നു. ഡോക്ടറുമായിട്ട് സംസാരിക്കാം. അച്ചാമ്മ കൊച്ചിന്ന് എന്താണ് പ്രശ്നം, പറയൂ. എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ എല്ലാ ദിവസവും മീറ്റിങ്ങിന് ലേറ്റായിട്ടാണ് പോകുന്നത്. അതൊരു രോഗമാണോ ഡോക്ടറെ? ഇതൊരു രോഗമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ലേറ്റ് ആകുന്നത്? അയ്യോ, ഞാൻ എപ്പോഴും സാരിയും ചുരിദാറും മാറ്റി മാറ്റി ഇടുന്നു. അതാ കുഴപ്പം. സമയമെല്ലാം അങ്ങ് പോവാ. ഇത് പ്രത്യേകിച്ച് എല്ലായിടത്തും കാണുന്ന ഒരു പ്രശ്നമാണ്. ഇതിന് സ്പിരിച്വൽ ടെർമിനോളജി ഒരു വാക്കുണ്ട്, നാനോ ലൈറ്റോ ഡ്രസ്സോഫോബിയ എന്നാണ് ഇതിന്റെ പേര്. ഇതിന് ഏതെങ്കിലും പ്രതിവിധി ഉണ്ടോ? പ്രതിവിധി അച്ചാമ്മയ്ക്ക് നോക്കിയാൽ മാറ്റാന്നേ ഉള്ളു. പക്ഷേ ഞാനൊരു പ്രതിവിധി പറയാം. കൊച്ചിന്ന് വിളിച്ചല്ലേ, ഇതിന് കാൽവരിക്കൂഷ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോർ ഉണ്ട്. അവിടെ പോയി ഒരു ഡോസ് ഉണ്ട്. ആ ഡോസ് രാവിലെ ഉച്ചയ്ക്ക് രാത്രി കഴിച്ചാൽ മതി. ഇത് മാറി കിട്ടും. ഈ പ്രശ്നം മാറി പാർത്തന കഴിക്കണമെന്നേ ഉള്ളൂ. ഉറപ്പായിട്ടും. താങ്ക് യു ഡോക്ടർ. കുഴപ്പമില്ല, സൗഖ്യം കിട്ടും. തിരിച്ചു കൊടുക്കാൻ മറന്നുപോലെ. ഹാപ്പി താങ്ക്സ്ഗിവിംഗ്. ഹാപ്പി താങ്ക്സ്ഗിവിംഗ്. ഈ അച്ചാമ്മയിൽ കണ്ടുവരുന്ന രോഗത്തെ കുറിച്ച് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? ഈ അച്ചാമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അച്ചാമ്മയുടെ അച്ചായനോട് ഇതിങ്ങനെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അച്ചാമ്മയുടെ അച്ചായന് മാത്രമല്ല, പൊതുവെ ഉള്ള എല്ലാ അച്ചായന്മാരിലും ഈ രോഗം ഞാൻ കണ്ടുവരുന്നു. ഇതിനെ പ്രതിവിധിയായി ഡോക്ടറിന് വല്ലതും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, കാൽവരിക്കൂഷിൽ പോയി ഡോസ് കഴിച്ചാൽ മതി, എല്ലാം ഓക്കെ ആവുന്നത്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഞാൻ ഡോക്ടർ കുന്താലിയോസ് മാർ കോഡാലിയോസിനോട് സംസാരിക്കാൻ. ഇത് തോമാച്ചനായിരുന്നു. തോമാസ് എവിടെ നിന്ന് വിളിക്കുന്നു? തിരുവല്ലയിൽ വിളിക്കുന്നു. തിരുവല്ലയിൽ നിന്ന് തോമാച്ചനാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. എന്താണ് പ്രശ്നം, പറയൂ. എന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ യോഗത്തിനിടയ്ക്ക് കാപ്പി കുടിക്കാൻ വേണ്ടി പോവാ. അതൊരു രോഗമാണോ ഡോക്ടർ? ഇതൊരു കാപ്പി കുടിക്കുന്ന ഒരു രോഗമല്ല. പക്ഷേ എപ്പോഴാണ് ഈ കാപ്പി കുടിക്കാൻ പോകുന്നത്? മിക്കവാറും ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ സങ്കീർത്തനം വായിക്കുമ്പോഴൊക്കെയാണ് എനിക്ക് കാപ്പി കുടിക്കാൻ തോന്നുന്നത്. ഇതിനൊരു സ്പിരിച്വൽ ടെർമിനോളജി ഒരു വാക്കുണ്ട്, സ്റ്റോർബാക്ക് സ്പീച്ചോഫോബിയ എന്നാണ് ഇതിന്റെ പേര്. ഡോക്ടർ, എന്റെ ഈ രോഗത്തിന് എന്തെങ്കിലും പരിഹാരം ഡോക്ടർ കാണുന്നുണ്ടോ? പരിഹാരമുണ്ട്. ഇതിന് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറഞ്ഞാൽ പാൽ കുടിക്കുക. പാല് കുടിക്കുക എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? പാല് എന്ന് പറയുമ്പോൾ എന്താണ്? എനിക്കത് പിടികിട്ടുന്നില്ല. ഈ വചനം എന്ന ഭയമില്ലാത്ത പാൽ കുടിക്കാനാണ്. അത് എനിക്ക് കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഡോക്ടർ തന്നെ എന്നോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? എന്ന് പറഞ്ഞാല് എപ്പോഴും ഈ കാപ്പി കുടിക്കണമെന്ന് മനസ്സിൽ വരുമ്പം വചനം വായിക്കുക. ഈ ഭയമില്ലാത്ത ഈ വചനം വായിക്കുമ്പം ഈ കാപ്പി കൂടി നിർത്തും. അതിന് താങ്കൾക്ക് സൗഖ്യം കിട്ടും. താങ്ക് യു ഡോക്ടർ. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഹാപ്പി താങ്ക്സ്ഗിവിംഗ്. വീണ്ടും സംസാരിക്കാം. ഓക്കെ. ഈ തോമാച്ചന്റെ രോഗത്തെ പറ്റി ഡോക്ടർ ഒന്ന് വിശദീകരിച്ചു തരാമോ? അത് വിസ്മരിക്കാനൊന്നുമില്ല. ഇപ്പൊ ഈ വചനം എന്ന് പറഞ്ഞത് നല്ല പവർഫുള്ള സാധനമാണ്. അതെല്ലാ രോഗത്തെയും ഇത് ക്യൂർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് പറഞ്ഞതായിട്ടൊന്നും പറയില്ല. ഇത് ഞാൻ കാണുന്നത് മിക്കവാറും ഈ പ്രോബ്ലം കാണുന്നത് അമേരിക്കയിലാണ്. ഞാൻ 6 മാസം വിസിറ്റിങ്ങിന് അമേരിക്കയിൽ പോയപ്പോൾ ഞാൻ ഒരു 5-6 ചർച്ചിൽ പോയപ്പോൾ ഞാൻ കണ്ടതാണ്. ഞാൻ സ്റ്റേജിലോട്ട് കയറിയില്ല. കയറാൻ കാലെടുത്ത് വെക്കുന്ന മുമ്പേ പായതുണ്ട്. എന്താ പോയത് ഞാൻ കണ്ടത്. ഞാൻ കേട്ട് ആൾക്കാട് ചോദിച്ചു, എന്തോ ഈ എല്ലാവരും ഇങ്ങനെ പറന്നു പോകുന്നത്. നോക്കിയപ്പോ എന്ത് കാപ്പിടിക്കാൻ പോയേക്കുക. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് പറഞ്ഞില്ലേ, വചനത്തിൽ അങ്ങ് സ്ട്രോങ് അല്ലേ, അതാണ് പ്രശ്നം. കുഴപ്പമില്ല, പഠിക്കും. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഇതാരാ സംസാരിക്കുന്നത്? ഇത് അമേരിക്കയിൽ നിന്ന് സോഷാമയാണ് വിളിക്കുന്നത്. അമേരിക്കൻ സോഷാമ. എന്താണ് സോഷാമയുടെ അസുഖം? എനിക്ക് കണ്ണൊന്നും കാണുന്നില്ല. അയ്യോ സോഷാമ, ഇതൊരു കണ്ണ് ഡോക്ടർ അല്ല കേട്ടോ.
ഇതൊരു നമ്മളെ സ്പിരിച്വൽ ലോകത്തെ ഒരു ഡോക്ടറാണ് നിന്ന് കൂട്ടിയിരിക്കുന്നത്. അയ്യോ വെക്കില്ല, ഇത് ആത്മീയ കാഴ്ചക്കുറവാണ്. ആത്മീയ കാഴ്ചക്കുറവ്? എന്താണ് പ്രശ്നം, പറയൂ. എനിക്ക് മറ്റുള്ളവരെ കാണുമ്പോ അവരുടെ നല്ലതിനെക്കാട്ടിലും ഒരു ബാഡ് ഇംപ്രഷൻ ആണ് വരുന്നത്. എന്ത് ഡോക്ടറെ? അല്ല ഇവിടെ പറയായിരുന്നു. അതിന് മെഡിക്കൽ ടേമിൽ ഒരു വാക്കുണ്ട്, ഐസ് ബൈറ്റിംഗ് ഫോബിയ എന്നാണ് പേര്. എന്താണ് ഡോക്ടർ ഇതിനൊരു പരിഹാരം? ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. റിപ്പൻഡന്റ് ഹോസ്പിറ്റലിൽ പോയി ഓപ്പൺ മൈൻഡ് സർജറി ചെയ്യുക. അതിന് ഈ പ്രോബ്ലം എല്ലാം സോൾവ് ആയിട്ടുണ്ട്. ഈ ഹോസ്പിറ്റൽ എവിടെ വരും? അമേരിക്കയിലാണോ സോശാമേ? ആശുപത്രിക്ക് പറഞ്ഞ അത് ശരിയാണല്ലോ. പക്ഷെ സൗഖ്യമാകുമ്പോൾ നമ്മളെ വിളിക്കണം. 1-800 അടുക്കളയല്ല ഇടുക്കള, മറന്നുപോകല്ലേ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഹാപ്പി താങ്ക്സ്ഗിവിംഗ്. താങ്ക്സ് ഫോർ കോളിംഗ്. ഈ സോശാമയുടെ അസുഖം പൊതുവെ എല്ലാവരിലും കണ്ടുവരുന്നതാണോ ഡോക്ടർ? എല്ലായിടത്തും കണ്ടുവരുന്നത്. പക്ഷെ ഇപ്പൊ അമേരിക്കയിലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതെനിക്ക് തോന്നുന്നത് ഒരു പാരമ്പര്യ രോഗമാണെന്നാണ് എന്റെ അഭിപ്രായത്തിൽ. ഈ തറവാടുള്ള വലിയ ആൾക്കാർ അവർക്കായി അതായത് ഈ പദവി കിട്ടാൻ വേണ്ടി നോക്കുന്ന, അത് തന്നെ, അതായത് മറ്റുള്ളവരെ താഴ്ത്തി പറയേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സമയക്കുറവ് മൂലം അനവധി കത്തുകൾ വന്നിട്ടുണ്ട് നമുക്ക്. എന്നാൽ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു കത്ത് ഞാനിപ്പോൾ വായിക്കുന്നതാണ്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് ലീലാമ്മയാണ്. കൂന്താലി ഡോക്ടർ അറിയുന്നത്. എൻ്റെ പേര് ലീലാമ്മ വർക്കി എന്നാണ്. ഞാൻ സ്ഥിരമായി ഈ പരിപാടി കാണുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പ്രശ്നം ഇനി എഴുതട്ടെ. എൻ്റെ പ്രശ്നം ഉറക്കവും ഉറക്കമില്ലായ്മയാണ്. പ്രാർത്ഥനാ സമയത്ത് എനിക്ക് ഭയങ്കര ഉറക്കമാണ്. ഒരു ദിവസം പോലും എനിക്ക് പ്രാർത്ഥന പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. കൂട്ടായ്മയ്ക്കും ഞാൻ ഉറക്കം തോന്നും. എന്നാൽ TV പ്രോഗ്രാമുകൾ കാണുമ്പോൾ എനിക്ക് ഉറക്കം വരുത്തുന്നതേ ഇല്ല. അങ്ങനെ പല കുക്കിംഗ് സാധനങ്ങളും ഞാൻ അടുക്കള വെച്ച കരിച്ച ചരിത്രവും എനിക്കുണ്ട്. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കാണാൻ ഡോക്ടറിന് സാധിക്കുമോ എന്നാണ് ലീലാമ്മയുടെ ചോദ്യം. ഓൾറെഡി ഡോക്ടർ ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. ഡോക്ടറിൻ്റെ മറുപടി ഇതാണ്. ലീലാമ്മ ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ഞാൻ വിശ്വസിക്കുന്നു. ലീലാമ്മയോട് എനിക്ക് പറയാനുള്ളത്, ആത്മീക എരിവ് നന്നായി ഉപയോഗിക്കുന്നതാണ് കൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. നല്ല അധ്വാനം കഴിഞ്ഞ് കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ ക്ഷീണം തോന്നാം. പക്ഷേ എരിവുണ്ടെങ്കിൽ ഉറക്കം മാറും. പിന്നെ സിനിമയും സീരിയലും കാണുവാനുള്ള ആവേശം കുറയ്ക്കുവാൻ ആത്മശക്തി സംഭരിക്കണം. ലോകമോഹം എന്ന വൈറസിനെ നശിപ്പിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ICUവിൽ പ്രവേശിക്കേണ്ട ഗുരുതര അവസ്ഥയാണ് ഇന്ന് ലീലാമ്മ ആയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ദൈവസന്നിധി ഹോസ്പിറ്റലിൽ പോയി പരിശോധനയ്ക്ക് വിധേയമാകും. ഇത് ഇപ്പൊ ലീലാമ്മ അത്രയല്ല, എന്റെ ഭാര്യ തന്നെ എല്ലാ ദിവസവും ഏഷ്യാനെറ്റിലാണ് ഇപ്പൊ പരിപാടി. ഇപ്പോൾ ഏഷ്യാനെറ്റ് ആണ് എല്ലാവരെയും നശിപ്പിക്കുന്നതാണ് ഡോക്ടർ. അങ്ങനെയല്ല, മിക്കവാറും ഈ ലോകത്തിലെ ആൾക്കാര് അവരുടെ കാര്യത്തില് ഒത്തിരി ഫോക്കസ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യമില്ല. ഓക്കെ, താങ്ക് യു ഡോക്ടർ. നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എന്തായാലും നമ്മളോട് സഹകരിച്ച കൂന്താലി ഡോക്ടറിനെ എൻ്റെ എല്ലാ ഭാഗങ്ങളും താങ്ക് യു. ഡോക്ടർ, ഇപ്പോൾ ആത്മീയ ലോകത്ത് കണ്ടുവരുന്ന പ്രധാനതരമായ രോഗങ്ങൾ ഏതൊക്കെയാണ്? ഈ ആത്മീയ ലോകത്ത് കണ്ടുവരുന്ന ഈ അച്ചാമ്മയിൽ കണ്ടുവരുന്ന രോഗത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് ഈ പറയാനുള്ളത്? ഈ അച്ചാമ്മയെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ചാമ്മയുടെ അച്ഛനും